ഒരിക്കൽ ജയിലിലെ വിനോദരംഗങ്ങൾ അരങ്ങേറിയിരുന്ന ജിംനേഷ്യമാണ് ഇന്ന് വിശ്വാസത്തിന്റെ പുണ്യഭൂമികയായി മാറിയത്. ആത്മീയ അന്ധകാരവും കുറ്റകൃത്യങ്ങളും കൊണ്ട് നടമാടിയിരുന്ന മനസ്സുകളും ജയിലറയും ദൈവസാന്നിധ്യത്തിന്റെ നിറവായി മാറി എന്നതാണ് ഈസ്റ്റ് മിസിസിപ്പിയിലെ തടവറയിലെ അത്ഭുതം. ആരാധനാഗീതങ്ങളും സാക്ഷ്യങ്ങളും ജയിലറയ്ക്കുള്ളിൽ അലയടിച്ചു. കാലാകാലങ്ങളായി ആസക്തിയും നിരാശയും വേദനയും അക്രമവാസനയും കൊണ്ട് കഠിനമാക്കപ്പെട്ട ഹൃദയങ്ങളിലേക്കാണ് ദൈവസ്നേഹത്തിന്റെ അഗ്നി നിറഞ്ഞത്. അമേരിക്കൻ ഐക്യനാടുകളിലൊന്നായ മിസിസിപ്പിയുടെ തലസ്ഥാന നഗരിയായ ജാക്സണിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടാണ് ലോഡാർഡേ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷന്മാർ മാത്രം താമസിച്ചുവരുന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ കുപ്രസിദ്ധിയാർജിച്ച ഈ ജയിലിൽ ഏകദേശം 1500 തടവുകാർക്ക് ഒരേ സമയം താമസിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഒരിക്കൽ ആത്മീയ അന്ധകാരത്തിലും നിരാശയിലും പെട്ട് മിസിസിപ്പിയിലെ ഏകാന്ത തടവുകാരനായി കഴിയുമ്പോഴാണ് ജോണി ഷാങ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. ഒരിക്കൽ താൻ ജീവിച്ചിരുന്ന ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ തന്റെ മാനസാന്തര കഥ പങ്കുവച്ചപ്പോൾ തടവറയിലെ 100 കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് ദൈവസ്നേഹം കിനിഞ്ഞിറങ്ങിയത്. സൗഖ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുഗന്ധം അന്ന് ആ തടവറയിലെങ്ങും വ്യാപിച്ചു. കൂടെ കൂടെ തടവുകാരോട് ദൈവവചനം പങ്കുവച്ചു. ആത്മാർത്ഥമായ മനസ്താപത്തോടെ അന്തേവാസികൾ ഓരോരുത്തരും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു. പൊതുവായി സത്യവിശ്വാസം ഏറ്റുപറഞ്ഞ് 50ഓളം തടവുപുള്ളികൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഇതൊരു സ്വർഗം തുറന്നുവന്ന അനുഭവമായിരുന്നുവെന്ന് ഗോഡ് ബിഹൈൻഡ് ബാറിന്റെ അണിയറ പ്രവർത്തകർ പറയുകയുണ്ടായി. 2009 മുതൽ അമേരിക്കൻ ഐക്യനാടുകളിലെങ്ങും ജയിലുകൾ തോറും ഗോഡ് ബിഹൈൻഡ് ബാർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തിവരുന്നുണ്ട്. ജയിലറയുടെ ഏകാന്തതയിൽ കഴിയുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വചനം പങ്കുവച്ചു കൊടുക്കുകയും വിശ്വാസത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തവിധം ദൈവത്തിൽ നിന്ന് ആരും അകറ്റപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു തടവുകാരെ സ്നേഹിക്കുന്നു. മിനിസ്ട്രിയുടെ സ്ഥാപകനായ ജെയ്ക്ക് ബോഡൻ പറഞ്ഞുവെക്കുന്നു. ഈ ആത്മീയ ഉണർവിന്റെ അനുരണനങ്ങൾ ദിനംതോറും ഓരോരോ തടവുകാരെ പ്രാർത്ഥനാ സഹായത്തിനായും ആത്മീയ നിർദ്ദേശങ്ങൾ തേടിയും ശുശ്രൂഷകരുടെ പക്കൽ എത്തിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.